എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ഈ സെഷനിൽ കയറി വരുമ്പോൾ തന്നെ ആ നിങ്ങൾ എന്തോ ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് വന്നത് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള, ഇഷ്ടമുള്ള അല്ലേ ഒരു കാര്യത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, ആണല്ലോ? യെസ് ഓർ നോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ഞാൻ കണ്ട ആ വാക്ക് എഴുതി വന്നപ്പോൾ സ്വഭാവം മാറ്റാനുള്ള രഹസ്യ ട്രിക്ക് കേൾക്കാനാണോ നിങ്ങൾ വന്നത്? ഇത് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ഇങ്ങനെ എനിക്കൊന്ന് മാറ്റിയാലോ എന്ന്. അല്ല, എനിക്ക് മാറ്റുന്നല്ല, ഇപ്പൊ ഇവിടെ വന്നവർ നിങ്ങൾ പറയണ്ടാവും എനിക്ക് മാറ്റിയാലോ എന്ന്. ഇതിനു മുമ്പ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും ആ മനുഷ്യന്റെ സ്വഭാവം ഒന്ന് മാറ്റിയാലോ, അവരുടെ സ്വഭാവം ഒന്ന് മാറ്റിയാലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കുമുള്ള ഒരു ചെറിയ ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. എൻ്റെ സ്വഭാവം അല്ലേ, ഞാനത് എഴുതുമ്പോൾ മനഃപൂർവ്വമാണ് എൻ്റെ എന്ന് എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എന്ന് എഴുതിയിട്ടില്ല. സ്വഭാവം മാറ്റാൻ ടെക്നിക്ക് എന്ന് എഴുതി. അല്ലെ എന്താ അറിയോ, എനിക്കിപ്പോൾ എന്തായാലും മാറ്റമില്ല, ഞാൻ കറക്റ്റാണ് എന്ന് ചിന്തിക്കുന്ന കുറേ പേര് യൂട്യൂബ് കാണുന്നവരുണ്ടാവും. ഞാൻ പെർഫെക്റ്റാണ്, അവരൊന്ന് മാറ്റുന്നത് എങ്ങനെയെന്ന്. അപ്പം ആദ്യകാലത്തൊക്കെ നമുക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. ഹാപ്പിനെസ് മാസ്റ്ററി തുടങ്ങിയ സമയത്ത് ആദ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് എന്തിനാണെന്നറിയോ, അങ്ങോട്ട് പറഞ്ഞ എന്തിനാണെന്നറിയോ, കുറേ കഥകൾ പറയും. എന്നിട്ട് പറയും, സാറേ അവരെങ്ങനെയാ മാറ്റുക, ഇവരെങ്ങനെയാ മാറ്റം ഉണ്ടാവുക, അത് അങ്ങനെ എന്താ അങ്ങനെ, ഇവരെന്താ ഇങ്ങനെ. സാറ് പറയുന്ന എല്ലാം ശരിയാണ് സാറേ, ഞാനല്ലല്ലോ ഇതെല്ലാം ആള്, അവരെങ്ങനെയാകുമ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? എല്ലാവരും അങ്ങനെയായിരുന്നു. ഇപ്പൊ അവർ പറഞ്ഞേ അവരല്ല ഞാൻ തന്നെയാണ് എല്ലാം എന്ന് ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഈ യാത്രയിലൂടെയാണ് കേട്ടോ. അപ്പോൾ പറയാനുള്ളത്, ഇനിയിപ്പോൾ പുതുതായിട്ട് കേൾക്കുന്നവരോട് പറയും, ഈ ടെക്നിക്ക് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കാരണം എന്താ അറിയോ, അവരെങ്ങാനും മാറിപ്പോയാൽ ഇത് വേണ്ട, നമ്മൾ പറയാതെ. ഞാൻ മാറിപ്പോണ്ടെന്നല്ല, ഞാൻ തമാശ പറഞ്ഞാൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഇന്ന് ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കണം, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും തീരുമാനിക്കണം, ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്ന് തന്നെ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ അങ്ങ് ഇട്ടേക്കുക. കഴിഞ്ഞിട്ടാകുമ്പോൾ ദാ ഞാനിതാ മാറുന്നു, നിങ്ങൾ വേണമെങ്കിൽ കൂടെ കൂടിക്കോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് കൂടെ കൂട്ടിക്കോളൂ. അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആക്കി വെച്ചേക്കുക നാളെ. അപ്പോൾ ആൾക്കാർ കാണും, ആഹാ ശോഭയുടെ സ്റ്റാറ്റസ് എന്താ ഇങ്ങനെ, ശോഭ മാറാൻ പോവാണോ? അപ്പോൾ വിളിക്കും, അല്ല നിങ്ങളെന്താ മാറാൻ പോകണേ? അപ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ മാറാൻ പോവല്ല, ഞാൻ ഓൾറെഡി മാറിക്കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞത്. എന്നിട്ട് പഴയ സ്വഭാവം എടുത്ത് പുറത്ത് കിടക്കരുത്. ഏത് കുറേ നേരം ഇങ്ങനെ പറയൂലേ, അതൊക്കെ നിർത്തിക്കൊള്ളണം. ഇന്ന് തന്നെ നിർത്തിക്കൊള്ളണം. കാരണം ഞാൻ മാറുകയാണല്ലോ. മാറുമ്പോൾ നമ്മൾ, അവർ 100 വാക്ക് പറയുന്നിടത്ത് നമുക്കൊരു വാക്ക് മതി അല്ലേ? ഭാഷ ഒരു തടവ് സ്വന്ന 100 തടവ് സ്വന്ന മാതിരി അങ്ങനെ മതി നമുക്ക്. നമ്മൾ ഒറ്റ പ്രാവശ്യം പറയും, അത് 100 പ്രാവശ്യം പറഞ്ഞതിൻ്റെ ഫലമുണ്ടാക്കണം അല്ലേ? മറ്റതെല്ലാം മുമ്പേ നമ്മൾ 100 തവണ പറയുമായിരുന്നു ഒരു തവണത്തെ ഫലമുണ്ടാക്കാൻ. ഇത് വേണോ? നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഞാൻ തരാം. എല്ലാവരും ഉത്തരം പറയണേ, താഴെ ടൈപ്പ് ചെയ്യണേ, അങ്ങനെ എല്ലാവരും ഇഷ്ടത്തോടെ ഉത്തരം പറയണേ. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് 100 തവണ പറഞ്ഞിട്ട് ഒരു തവണത്തെ ഗുണമുണ്ടാക്കാം. അതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. അങ്ങനെ 100 പ്രാവശ്യം പറയും, എന്നിട്ട് ഒരു തവണ മറ്റുള്ളവർ നിങ്ങളെ അനുസരിക്കുന്നതാണെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യണം. പോട്ടെ, എത്ര ആൾ എസ് ടൈപ്പ്, പെട്ടെന്ന് 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 എസ്. കമോൺ കമോൺ കമോൺ, ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ പോണേ. ഓ കമോൺ കമോൺ കമോൺ, എസ് എസ് ടൈപ്പ് ചെയ്യൂ ടൈപ്പ് ചെയ്യൂ. പോരട്ടെ പോരട്ടെ. ഏ നിങ്ങളെല്ലാവരും ഭയങ്കര ബുദ്ധിമാന്മാരാണ്. ഉണ്ട്, എസ് ഉണ്ട്, എസ് ഉണ്ട്. ഇതെന്തിനാ എസ് ഇപ്പോൾ? ഇത് തന്നെയാണോ? ആ രണ്ടാമത്തെ കാര്യം, ആഹാ യെസ് ഉണ്ട്, യെസ് കമോൺ കമോൺ കമോൺ, ഇതാണ് എനിക്ക് ആവശ്യം, കമോൺ യെസ് യെസ് യെസ്. 100 തവണ പറയും, ഒരു തവണ അവർ മാറും. യെസ്. ആ ഇങ്ങനത്തെ കുറേ ടെക്നിക്കുകൾ ഞാൻ പറയും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു തവണ പറയും, 100 തവണ പറഞ്ഞതിൻ്റെ ഫലമുണ്ടാക്കും. അതാണ് വേണ്ടെങ്കിൽ എസ് ടൈപ്പ് ചെയ്യൂ. 100 തവണ പറയുന്ന ഒറ്റ തവണയെ പറയുള്ളൂ, 100 തവണത്തെ ഗുണമുണ്ടാക്കണമെങ്കിൽ യെസ്. അപ്പോൾ നമ്മൾ മാറ്റേണ്ടത് അങ്ങനെയാണെങ്കിൽ, ഇപ്പോൾ നോക്കൂ, 2 കാര്യം പറഞ്ഞപ്പോൾ, ആദ്യത്തത് നിങ്ങളിലുള്ള സ്വഭാവം, രണ്ടാമത്തത് നിങ്ങളാകാൻ പോകുന്ന സ്വഭാവം. വേണോ? വേണോ അല്ലേ? എസ് എന്നല്ല ഉത്തരം. ഇപ്പോൾ മനസ്സിലായ രണ്ടും തമ്മിൽ വ്യത്യാസം? ആദ്യത്തെ കേട്ടപ്പോൾ ഹേയ് ഞാൻ അല്ലേ അറിയാതെങ്കിലും എസ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അത് വേണ്ട.
നമുക്ക് വേണ്ടത് ഒറ്റത്തവണ 100 പറഞ്ഞ പോലെ അതായിരിക്കണം. അതിനുണ്ടാവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? 100 തവണ പറയാതിരിക്കണം. ഇപ്പോഴോ മകൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെങ്കിൽ, മകൻ അല്ലെങ്കിൽ മകൾക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ, അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 100 തവണ പറയും, അല്ലേ? അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്. രതീനൊക്കെ ഉദാഹരണം എടുത്താൽ മതി. ഒരു വിഷയമില്ല, സംസാരമില്ല, ഒന്നുമില്ല, സൈലന്റ്. എന്താ വേണ്ട ചായ്ക്കോ. അല്ലെങ്കിൽ വീട്ടിലെ സകല കാര്യങ്ങളും ഞാൻ തന്നെയായിരുന്നു. ഞാനുണ്ടായാലേ വീട്ടിൽ എലി പൂച്ചയെ പിടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയിലൂടെ നടന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പൊ ഞാൻ എൻ്റെ കാര്യം. അതുകൊണ്ട് എന്താ, ഓ ഞാൻ എത്ര വലിയ സന്തോഷവതിയായെന്നറിയോ? ഒറ്റത്തവണ എന്നില്ല, എല്ലാം പറയും. കുറക്കും, നമ്മൾ കുറക്കും. കുറക്കുമ്പോൾ, നമ്മൾ പുറമേ കുറക്കുമ്പോൾ അകമേ കൂടും. പുറമേ കുറക്കുമ്പോൾ അകമേ കൂടുന്നതാണ് ആത്മീയമായ യാത്ര, ആത്മീയത. അപ്പം ഇന്ന് പറയാൻ പോകുന്നതല്ല, ഇന്ന് വളരെ സീരിയസും സയൻറ്റിഫിക്കും സിസ്റ്റമാറ്റിക്കായ സൈക്കോളജിക്കായിട്ടുള്ള കാര്യമാണ്. തയ്യാറായിരിക്കുക. പെട്ടെന്ന് പറയും, കുറേ സമയം ഉണ്ടാവില്ല. കേൾക്കുക, ആക്ഷൻ എടുക്കുക. ബീനെ പോലെ ഒരാഴ്ചക്ക് ഒരാഴ്ച കയറി വന്നാൽ പറ്റില്ല. കൃത്യമായ ആക്ഷൻ എടുക്കണം. മടി നമ്മളെ ചുമക്കുന്നുവോ നമ്മൾ മടിയെ ചുമക്കുന്നുവോ എന്നതാണ് തീരുമാനം. 2 ഓപ്ഷൻ ഉണ്ട്. എല്ലായിടത്തും ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഒന്നിക്കിൽ മടിക്ക് നമ്മളെ ചുമക്കാൻ കൊടുക്കാം, അല്ലെങ്കിൽ മടി നമ്മൾ ചുമക്കുന്ന പോലെ ആക്കും. എന്താ വേണ്ടത്? തീരുമാനിക്കാം നമുക്ക്. നമ്മൾക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളുടെ പേര് എന്തായിരിക്കും? ഇപ്പോൾ നമ്മളുള്ളത് ശരീരം, നമ്മൾ മനസ്സ്, നമ്മളുടെ എന്താ പറയുക, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കും. ഈ നമ്മളുടെ ചലനത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവർത്തനത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സമയം വരും. ആ സമയത്തിന് വിളിക്കുന്ന പേരെന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്ന് പറഞ്ഞു നോക്കിയാൽ അറിയുന്നവർക്ക്. നമുക്കൊന്നും നമ്മളിൽ നിയന്ത്രണമില്ലാത്തൊരവസ്ഥ. എന്താണ് അവസ്ഥ? ആ അവസ്ഥ വേണോ എന്ന് ആലോചിക്കാം. ആ അവസ്ഥ അല്ലാതിരിക്കുമ്പോൾ നമുക്കെല്ലാം നമ്മൾ നിയന്ത്രിക്കാൻ പറ്റും. എന്താണ് അവസ്ഥ അത്? ആ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് ജഡാവസ്ഥ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പാടുന്ന ഇതാണ്. എന്താണ്? ചത്തതിന് പിന്നെ ഒന്നും കൺട്രോളില്ല. മടി നമ്മളെ കൺട്രോൾ ചെയ്യും, നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. ഞാൻ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ ചിന്തിക്കുന്നു എന്നൊക്കെ പറയല്ലേ. ഇതൊക്കെ ഈ ജഡാവസ്ഥയുടെ പ്രത്യേകതയാണ്. ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എനിക്കറിയില്ല. എല്ലാം എനിക്കറിയാം. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് അംഗീകരിക്കാനുള്ള മടിയാണ്. ഞാൻ ശാന്തി ദീപത്തിൽ ക്ലാസ് എടുത്തിരുന്നു, അഹങ്കാരം എങ്ങനെയാണ് നമ്മളെ ദുഃഖത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അതിനെപ്പറ്റി വിശദമായിട്ടൊരു ക്ലാസ് ഉണ്ട്. നിങ്ങൾ ശാന്തിപഥത്തിൻ്റെ വീഡിയോ ഒന്ന്, ആഴ്ചയിലൊരു ക്ലാസ് അവിടെ എടുക്കുന്നുണ്ട്. ആ ക്ലാസ്സിൽ ഒന്ന് കയറി നിങ്ങൾ നോക്കണം എന്താണ് അവസ്ഥ എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. വൺസ് അഗൈൻ നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ പലപ്പോഴായി ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യത്തെ ഞാൻ സൂചിപ്പിച്ചോളട്ടെ. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് കോപം വരുന്നത്? എനിക്ക് എന്തുകൊണ്ടാണ് വല്ലാത്ത ദേഷ്യമുണ്ടാവുന്നത്? എനിക്ക് എന്തുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും മനസ്സിൽ പിടിച്ചു വെക്കേണ്ടി വരുന്നത്? എനിക്ക് എന്തുകൊണ്ടാണ് സന്തോഷമായി ജീവിക്കാൻ കഴിയാത്തത് എന്ന് നിങ്ങൾ എത്രയോ തവണകളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ അടുത്ത നിമിഷം തന്നെ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് മാറണം, എനിക്ക് മാറിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതും എൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്നതും എനിക്ക് മാറണം എന്നുള്ള ചിന്തയിൽ നിന്നാണ്. പക്ഷേ
എനിക്ക് തന്നെ എന്നെ മാറ്റാൻ കഴിയുന്നില്ലല്ലോ എന്നതാണ് സങ്കടം. ഇതാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള വിഷയം. ഇതിനുള്ള പരിഹാരമാണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പരിഹാരമാണ് നിങ്ങൾക്ക് ഈ ചാനലിൽ, ഈ ക്ലാസ്സിൽ ഞാൻ എന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിന്താഗതികളുള്ളവർ എത്ര പേരുണ്ട്? എസ് എന്ന് പറഞ്ഞോളൂ. ഈ ചിന്താഗതികൾ നിങ്ങൾക്കുള്ള, എനിക്ക് മാറണം പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? നോക്കട്ടെ. യെസ്, പറ്റും. ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുന്നവരും ഇങ്ങനെ ചിന്തിച്ചവരായ ആൾക്കാരും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഇങ്ങനെ മാറ്റം തുടങ്ങിയവരുണ്ട്, ഇനി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അതുമായിട്ട് മാറണം ആഗ്രഹിച്ച് ചാനലിൽ കയറി നടക്കുമ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരുമുണ്ട്. അപ്പോൾ നിങ്ങളോട് എല്ലാവരും റിക്വസ്റ്റാണ്, നിങ്ങളെല്ലാവരും ഒരേ കാറ്റഗറിയിൽ, ഞാനും ഇങ്ങനെ കാറ്റഗറി തന്നെയായിരുന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരേ കാറ്റഗറിയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആക്കി വെച്ചേക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റം ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ കൂട്ടുകാരും കുറേ പേരില്ലേ, നിങ്ങൾക്കറിയാമല്ലോ, അവർ എത്ര പേര് നിങ്ങളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയാണ് വിഷയം, അങ്ങനെയാണ് വിഷയം, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാറിയാൽ മതി, രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ. അവർക്കെല്ലാം ഇതൊന്ന് അയച്ചു കൊടുക്കണം, കാരണം അവർക്കുള്ള മാർഗ്ഗങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെ അവർ മാറ്റം ഉണ്ടാക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് മിണ്ടാതെ, നിങ്ങളൊന്നും മിണ്ടരുത്, വിളിച്ചു പറയുന്നതും വേണ്ട, ഒന്ന് സ്റ്റാറ്റസ് വെച്ച് കൊടുത്താൽ മതി. വിളിച്ചു പറഞ്ഞാൽ നേരം കുറേ നേരം സംസാരിക്കും, നേരത്തെ പറഞ്ഞ് തെറ്റൂലേ, അതുകൊണ്ടൊന്നും പറയണ്ട, സ്റ്റാറ്റസ് വെച്ച് വേണ്ടവർ കാണട്ടെ. കാണും അല്ലേ? നിങ്ങൾ സ്റ്റാറ്റസ് 100 പേരെങ്കിലും കാണും. അപ്പോൾ ഇതെന്താണ് എന്ന് ആൾക്കാർ ചോദിക്കും. നിങ്ങളൊന്നും മിണ്ടരുത്. ഓ, അത് ഞങ്ങൾ പങ്കെടുക്കുന്ന ക്ലാസ് ആട്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പോണ്ട. എന്താണെന്നറിയോ, പറയുമ്പോൾ കുറേ നേരം സംസാരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എത്ര കുറച്ച് സംസാരിക്കുന്നു അത്രയും നല്ലതാണ് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ യെസ്, അപ്പോൾ ഇതിനു വേണ്ടിയുള്ള പരിപാടികളാണ് നമ്മളിൽ പലർക്കും ജീവിതം മുഴുവൻ ഒരു തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ, നമ്മൾ കരുതുന്നത് നമ്മുടെ സ്വഭാവം എന്നത് ജന്മസിദ്ധമായിട്ടുണ്ടായതാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്നും എനിക്ക് കിട്ടിയ സ്വത്താണ് എൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ ഒരിക്കലുണ്ടായ ഒരു സ്വഭാവത്തെ ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. ആണല്ലേ? നിങ്ങൾ ചിന്തിച്ചില്ലേ പലപ്പോഴും, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എനിക്കത് എന്ത് ചെയ്യാനാ, ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ സ്വഭാവം പാറയിൽ കൊത്തിയ എഴുത്തൊന്നുമല്ല, അതൊരു പ്രോഗ്രാം മാത്രമാണ് എന്നതാണ്. ആ പ്രോഗ്രാം എങ്ങനെ ഉണ്ടാക്കിയോ അതേപോലെ തന്നെ അത് മാറ്റാനും കഴിയും എന്നുള്ള സത്യം അറിയുക. പക്ഷേ അതിനൊരു രഹസ്യമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആ രഹസ്യമാണ്, ആ 3 ടെക്നിക്കാണ്. ഈ ടെക്നിക്കിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സുഖമായിട്ട് മനോഹരമായ അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റും. റെഡിയാണല്ലോ അല്ലേ? വേണോ നിങ്ങൾക്ക് രഹസ്യം? എത്ര പേർക്ക് വേണം? ഐ വാണ്ട് സീക്രട്ട്, ഐ വാണ്ട് സീക്രട്ട്, ഐ വാണ്ട് സീക്രട്ട്. എനിക്ക് ആ രഹസ്യം തരൂ, എനിക്ക് ആ രഹസ്യം തരൂ എന്നുള്ളവർ മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് ആ രഹസ്യം തരൂ. യെസ് 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 യെസ്, എല്ലാവരും ടൈപ്പ് ചെയ്യുക. എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അതിനു വേണ്ടി ഇരിക്കുക. നോക്കൂ, ഒരാളുടെ ചിന്തയും വികാരവും പ്രതികരണവും മുഴുവൻ ജീവിതത്തിൻ്റെ ദിശയും മാറ്റാൻ കഴിയുന്ന ശക്തിയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? എൻ്റെ ചിന്തകൾ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ പ്രതികരണങ്ങളാണ് എൻ്റെ ജീവിതത്തെ നിർണയിക്കുന്നത് എന്ന് നിങ്ങൾ എത്ര പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ഇപ്പോൾ ഈ ക്ലാസ് മുഴുവനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഈ 3 കാര്യങ്ങളിൽ ഒന്നുപോലും നിങ്ങൾ ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇന്നുള്ളിടത്ത്
അവിടെ വേണോ മാറണോ? ഈ 3 കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം ഇന്നുള്ളിടത്തിൽ നിന്നും ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ല, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഒന്ന് മനസ്സിലാക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നുള്ള ജീവിതത്തിൽ തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ ഇതിനേക്കാളും താഴ്ന്ന അവസ്ഥയിലേക്കും ഇരിക്കാം. തീരുമാനം ആരുടേതാണ് എന്ന് പറഞ്ഞേ. ആരുടേതായിരിക്കണം ഇവിടെ തീരുമാനം? ഉം. ഏറ്റെടുത്തോളൂ, ഏറ്റെടുത്തോളൂ. ആരുടെയാണ് തീരുമാനം? എൻ്റെ അല്ല, നോട്ട് മീ. അവരൊരു എൻ്റെ തീരുമാനം അടുത്ത കാലത്തിൽ പോകുന്നത് ഞാൻ ഇന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഇന്ന് രാവിലെ നമുക്ക് മെഡിറ്റേഷൻ ഒന്നും നടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് 5 മണിക്ക് എഴുന്നേറ്റ്. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് ഇരുത്താണ് ഇവിടെ. ഇപ്പോഴാണ് ഒന്ന് പോയിട്ട് കുളിച്ചിട്ട് കൂട്ടിട്ടിട്ട് വന്നത്. 5 മണിക്ക് ഇരുത്താം. വൈഫ് ഇന്ന് കുറേ വഴക്ക് പറഞ്ഞു. എന്തു ഇരുത്താ എങ്കിലും ഇരിക്കണേ? രാവിലെ ഇന്ന് ഓഫീസിൽ പോയില്ല, വീട്ടിലാണ്. ഇത്രയും സമയം ഒരുപാട് കാര്യം ചെയ്യാനുണ്ടായിരുന്നു. മാറ്റും എൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേട്ടോ. എൻ്റെ പുതിയ പഠിത്തമാണ് ഇത്. ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിങ്ങനെയാണ്. നമ്മൾ നമ്മുടെ സ്വഭാവത്തെ ഞാൻ എന്ന് വിശ്വസിച്ചാണ് തുടങ്ങുന്നത്. എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇത്ര മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ, എനിക്ക് ആളുകളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആത്മവിശ്വാസമില്ല, ഞാൻ പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരാളാണ്, ഞാൻ കടക്കാരനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ പാവമാണ്, ഞാൻ അഗതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ദിവസവും ഹിപ്നോട്ടിസ് ചെയ്യുന്നു എന്നത്. ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ പാകപ്പെടുത്തി ഹിപ്നോട്ടിസ് ചെയ്ത് വെക്കുകയാണ്. എന്നാൽ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കുന്നില്ല ഈ വിശ്വാസങ്ങൾ ആരാണ് നമ്മുടെ ഉള്ളിൽ വെച്ചത് എന്നത്, എപ്പോഴാണ് ഇത് രൂപപ്പെട്ടത് എന്ന്. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഇത് എന്നാണ് ഞാൻ ഇങ്ങനെയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചത്? ഇതെല്ലാവർക്കുമുള്ള വിഷയമാണ്. ഞാൻ ഇന്നലെ എൻ്റെ ഒരു കോച്ചിനോടൊരു വർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് ചെയ്തേക്കെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്കിത്രയൊക്കെ അറിയുള്ളൂ എന്നും പറഞ്ഞു ഒറ്റയടിക്ക് പൂട്ടി വെച്ച് കൈ അടച്ച് വീട്ടിൽ പോയി. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുമോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ എല്ലാവരും അമ്മമാരും ഭാര്യ കുടുംബമായിട്ടിരിക്കുന്നവരായതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉദാഹരണം പറയാണ്, ശ്രദ്ധിച്ചു നോക്കുക. ലളിതമായ ഉദാഹരണമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല എന്ന് കരുതിക്കോ. ആദ്യമായിട്ടാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ, ആദ്യമായിട്ടാണ്. പക്ഷെ നിങ്ങളുടെ മകൾക്ക് അല്ലെങ്കിൽ മകന് ഇപ്പം എന്താണ് കൊറിയൻ നൂഡിൽസിൻ്റെ പേരെന്തായിരിക്കും? എന്തോ രാമനോ അങ്ങനെ കുറേ പേരുകളുണ്ട്. അത് മേടിച്ച് തന്നിട്ട് പറയണേ, അമ്മേ എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ, അയ്യോ അമ്മേ ഇതിപ്പോൾ തന്നേ പറ്റൂ, അമ്മേ എന്ന് പറഞ്ഞിട്ട് അവർ കരഞ്ഞും കളിച്ചും വിളിച്ചും സന്തോഷിച്ചോടി ഇരിക്കുമ്പോൾ നിങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കാൻ പഠിക്കുമോ? പഠിക്കില്ലേ? എന്നെ കൊണ്ടിത് പറ്റൂല, ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കി പോവോ? നിങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമോ? എസ് ഓർ നോ ടൈപ്പ് ചെയ്തേ. നോ പറയുന്നവർ എത്ര പേരുണ്ട്? ഇപ്പം ഇല്ല, ഞാനതൊന്നും ഉണ്ടാക്കി കൊടുക്കൂല, അവർ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ളതാണെങ്കിൽ നോ പറഞ്ഞോളൂ. അല്ല, എങ്ങനെയായാലും പഠിച്ചിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊടുക്കും, അല്ലേ? ആണല്ലോ അല്ലേ? യെസ്, എല്ലാവരും എസ് തന്നെയല്ലേ? അടുത്ത കാര്യം ചോദിച്ചോട്ടെ. സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. ഈ ക്ലാസ് എനിക്ക് ആവശ്യമാണ്, എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ ഈ ക്ലാസ്. സാറിൻ്റെ ആപ്പ് അങ്ങ് തന്നപ്പോ, ഉയ്യോ എനിക്കറിയത്തില്ല ആപ്പ് എങ്ങനെയാന്തോ, എന്നെ കൊണ്ടറിയത്തില്ല, തൊട്ടാൽ എവിടെ പോകുന്നു എനിക്കറിയത്തില്ല, അല്ലേ? ഇപ്പോഴും അതല്ലേ? എസ് ഓർ നോ പറഞ്ഞു. ഇല്ല, ഞാൻ എങ്ങനെ ആയിരുന്നാലും ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കും. ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും, സാറിൻ്റെ വീഡിയോ കാണും. ഉണ്ടോ? ഉണ്ടായിട്ടില്ലല്ലേ? എന്തേ? ആദ്യത്തെ നിങ്ങളെ മാറ്റി, രണ്ടാമത്തെ എന്തേ മാറ്റാത്തെ?
ഇതേ പറ്റാത്ത. നമ്മളെ കാര്യം വരുമ്പോൾ നമ്മൾ ഇല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ റെഡിയാണ്. നിങ്ങൾ കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒച്ചപ്പാടും ബഹളാക്കിക്കൊണ്ടിരിക്കും. നിങ്ങളെ അയൽവാസി കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം കയറ് താഴെ ഇറക്കിയിട്ട് കൊടുക്കും. എങ്ങനായാലും അയാൾ പിടിച്ചു കയറ്റും. എന്തല്ലേ സംഭവിക്കുന്നത്? ചെയ്യുന്നു വരുന്നവരുണ്ട് വളരെ കുറച്ച്. ബാക്കിയുള്ള മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ പാപ്പന് പറഞ്ഞു, ഏയ് എനിക്കറിയില്ല സാറേ. ജി പേ പൈസ അയക്കാൻ അറിയാം. നമ്പർ തന്നാൽ നമ്പർ അടിക്കും, പൈസ അയക്കും, വരും. ജി പേയുടെ ലിങ്ക് തന്നിട്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പൈസ അയക്കും എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ ചെയ്യില്ലത്. ഇല്ലേ? ഇത് കാണുന്നതല്ലേ ഇപ്പോൾ ഞാൻ അനുഭവം ഇവിടെ കാണുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞേ. നോക്കൂ, ഞാൻ പറഞ്ഞത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. നമ്മൾക്കിത് എപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എനിക്കറിയില്ല എന്ന് ഞാൻ സ്വയം ഉണ്ടാക്കിയ വിശ്വാസമാണ് ഇവിടെ നമ്മളെ അങ്ങനെ ആക്കുന്നത്. ഇത് ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കുന്നില്ല എന്നൊന്ന് ഇപ്പോൾ ആണെങ്കിൽ ഞാനിപ്പോൾ ചോദിച്ചു ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഇതിനു മുമ്പ് കുറേ ചിന്തിച്ച കാര്യമാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാറ്റമുണ്ട്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് എസ് ഓർണോ എന്ന് പറഞ്ഞു നോക്കിയേ. ഇല്ലല്ലോ, സ്വാഭാവികമായിട്ടില്ല. അപ്പോൾ ഈ വിശ്വാസങ്ങൾ ആരാണ് നമ്മുടെ ഉള്ളിൽ വെച്ചത് എന്ന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് എനിക്കിത് ഇങ്ങനെ ആയി തീർന്നത്? ഞാൻ എപ്പോഴാണ് ഇത് രീതിയിൽ ഞാൻ രൂപപ്പെട്ടത്? അതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രധാന ഭാഗം എന്നറിയുക. കാരണം നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ സ്വഭാവം യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വഭാവം അല്ലായിരുന്നു എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങൾ അങ്ങനെ ആയി തീർന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ പലർക്കും മാറ്റം വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആളുകളും പുറത്തുള്ള സാഹചര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നു. വീട് മാറുന്നു, ജോലി മാറുന്നു, ആളുകളെ മാറ്റുന്നു, ബന്ധങ്ങളെ മാറ്റുന്നു. പക്ഷേ സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രോഗ്രാമുകളെ മാറ്റാൻ തയ്യാറാവുന്നില്ല. മാറ്റിയ ഒരുത്തനാണ് ഞാൻ. അതുകൊണ്ടാണ് ഓരോ വിഷയങ്ങൾ വരുമ്പോഴും വീണ്ടും വീണ്ടും ജീവിതത്തിൽ അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലർക്ക് എപ്പോഴും ഭയം, ചിലർക്ക് എപ്പോഴും കോപം, ചിലർക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്ത, ചിലർക്ക് എപ്പോഴും ഒറ്റപ്പെടൽ. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? അവർ പറയുന്നു, അയ്യോ എനിക്ക് ഭയമാണ്, അയ്യോ എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല, അയ്യോ എനിക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്ത മാത്രമാണ് വരുന്നത്. ഒന്നുമല്ല. ഇതൊന്നും സംഭവിക്കാനുള്ള കാരണം നിങ്ങൾ തെറ്റായ രീതിയിൽ പ്രോഗ്രാം ചെയ്യൂ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വേണ്ടി സംസാരിക്കാൻ വന്ന ഒരമ്മയോട് ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എത്ര പറഞ്ഞാലും ഇത് നിങ്ങൾക്ക് പറ്റിയ ഇങ്ങനെയുള്ള സാധനങ്ങളാണെന്നും നോ എഗെയിൻ ടെല്ലിങ് മറ്റുള്ളവരാണ് വിഷയമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എത്ര പറഞ്ഞ് 2 മണിക്കൂർ ശ്രമിച്ചിട്ടും മാറ്റം പറ്റും. എന്നിട്ട് 2 മണിക്കൂർ അവസാന പോയിന്റിലെത്തിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഇത് ഇങ്ങനെയാണ് സംഭവിച്ചത്. അത് ശരിയാണല്ലോ എന്ന അവസ്ഥയിലെത്തി. എന്നിട്ടിപ്പോൾ മെഡിറ്റേഷൻ പങ്കെടുത്ത് ആ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന എഞ്ചിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ മെഡിറ്റേഷൻ വരുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ആ നിമിഷമാണ് ജീവിതം മാറാൻ തുടങ്ങുക എന്നതാണ്. അപ്പം ഞാൻ പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം. നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത് മറ്റുള്ളവരല്ല എന്നുള്ള സത്യം നിങ്ങൾ ഈ നിമിഷം അംഗീകരിക്കുക. നിങ്ങൾ ദിവസവും നിങ്ങളോട് പറയുന്ന വാക്കുകളാണ് എനിക്ക് കഴിയില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്, എനിക്ക് ഭാഗ്യമില്ല. ഈ വാക്കുകളാണ് നിങ്ങൾ റിപ്പീറ്റഡായി പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ കൃത്യമായിട്ട് സ്വീകരിക്കുന്നു എന്നതാണ് സത്യം. നിങ്ങൾ പരാജയപ്പെടുന്നത് കഴിവില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആ മറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമുകളാണ് യഥാർത്ഥത്തിൽ വിഷയം. ഇപ്പോൾ നമുക്ക് ആ ആദ്യത്തെ രഹസ്യ ടെക്നിക്കിലേക്ക് പോകാം. മനുഷ്യൻ്റെ സ്വഭാവം മാറ്റാനുള്ള ആദ്യത്തെ രഹസ്യം എന്ന് പറയുന്നത് ഞാൻ പല ക്ലാസ്സിലും നിങ്ങളോട് പറഞ്ഞ അതേ രഹസ്യം തന്നെയാണ്, വീണ്ടും ആവർത്തിക്കുന്നു. അതിൻ്റെ പേരാണ് ഒബ്സർവേഷൻ. സ്വയം നിരീക്ഷിക്കാൻ പഠിക്കുക. എത്ര പേർക്ക് കഴിവുണ്ട് ഇവിടെ? ഒബ്സർവേഷൻ. ഭൂരിഭാഗം ആളുകളും ജീവിതം മുഴുവൻ ഓട്ടോമാറ്റിക് മോഡിലാണ് ജീവിക്കുന്നത്. കോപം വന്നാൽ കോപപ്പെടുന്നു, സന്തോഷം വന്നാൽ സന്തോഷിക്കുന്നു, ചിരിക്കാൻ വന്നാൽ ചിരിക്കുന്നു, കരയാൻ വന്നാൽ ഞാൻ എന്നും കരയുന്ന ആളാണല്ലോ അതുകൊണ്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സങ്കടം, വിഷമം. പേടി വന്നാൽ ഒറ്റ ഓട്ടം, പിന്മാറുന്നു, ഓടി അങ്ങ് ഒളിക്കുന്നു, അല്ലെങ്കിൽ അവിടെ സറണ്ടർ ചെയ്യുന്നു. പക്ഷേ അവർ ഒരിക്കലും സ്വന്തം മനസ്സിനെ ഒബ്സർവ് ചെയ്യുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾക്ക് മാറ്റം വേണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധിക്കുക, ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് മാറ്റം വേണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് കാണാൻ പഠിക്കണം. അത് പഠിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മനസ്സിനെ മനസ്സിലാക്കാൻ ട്യൂൺ യുവർ മൈൻഡ് എന്ന് പറഞ്ഞ് ക്ലാസ് നൽകി അവിടെ നിങ്ങളെ കാണാൻ പഠിപ്പിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് പെട്ടെന്ന് കോപം വരുന്നുവെങ്കിൽ കോപം വന്ന സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, എനിക്കിപ്പോൾ എന്തിനാണ് കോപം? ഇതെൻ്റെ ഈഗോ ആണോ, അല്ല മറ്റെന്തെങ്കിലും വിഷയമാണോ, ഞാൻ എൻ്റെ ഈഗോയിസ്റ്റിക് ആണോ? അങ്ങനെ പറഞ്ഞപ്പോഴാണ് അടുത്ത്, ഇവിടെ ആരെങ്കിലും എൻ്റെ മുമ്പിലിരിക്കുന്ന ആരെങ്കിലും ഈഗോ ഉള്ളവരുണ്ടോ? എത്ര പേരുണ്ട് ഈഗോ ഉള്ളവരായിട്ട്? ലോകത്തിൽ അംഗീകരിക്കാത്ത ഏറ്റവും വലിയ സത്യമാണ് ഞാൻ ഈഗോയിസ്റ്റിക് ആണെന്നുള്ളത്. എനിക്ക് കുറച്ച് ഈഗോ ഉണ്ട് എന്ന് സമ്മതിക്കുന്ന ഒരാൾ എഴുതിയേ ഈഗോ ഉണ്ടെന്ന് ഒരാളെങ്കിലും പേരെഴുതി ഈഗോ ഉള്ളവർ. ഞാൻ എൻ്റെ പുസ്തകത്തിൽ ആദ്യം തന്നെ ആ പാഠം തന്നെ വായിക്കാട്ടോ, അതിപ്പോൾ പബ്ലിക്കിൽ വായിക്കുന്നത് ഒന്നുകൂടി നല്ല, ഒരാൾ പോലും പേരെഴുതാത്തത് കൊണ്ട് അല്ലേ, അത് കൃത്യമായി നമ്മൾ വായിക്കണം. 10 മാലിന്യങ്ങളിലെ ഒന്നാണ് ഈഗോ. ഏറ്റവും അപകടം പിടിച്ച വാക്കാണ് അഹങ്കാരം. അത് സതുദ്ദേശപരമായാലും സ്വീകാര്യവും തന്നെ. അതിന് അതിരി കടന്ന മതിപ്പ്, ഗർവ്, ദുരഭിമാനം, അഹന്ത എന്നതാകിയാൽ അത് നമ്മുടെ നാശത്തിന് കാരണമാകുന്നു. സത്വത്തെ മഹത്വൽക്കരിക്കാൻ നല്ലതിന്, പക്ഷെ അപരനെ നിസ്സാരനായി കാണാതിരിക്കലേ. ഈഗോ ആണെന്ന് ഒരാളും സമ്മതിക്കില്ല. അവനവന് ഈഗോ ഉണ്ടെന്ന് ഒരു മനുഷ്യനും സമ്മതിക്കില്ല. ഈഗോ ഇല്ലാത്ത മനുഷ്യൻ ഉണ്ടാവുകയുമില്ല എന്ന സത്യം നിങ്ങൾ ഇന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഞാൻ ഈഗോ ഉണ്ടെന്ന് പേര് ചോദിക്കുമ്പോൾ ഒരാളും പേര് എഴുതിയില്ലല്ലോ. ഇതിൻ്റെ അർത്ഥമാണ് ഞാൻ ഈഗോയിസ്റ്റിക് ആണ് എന്ന് സ്വയം ലേബൽ ചെയ്യുന്നത്. അഹങ്കാരി മാത്രമേ എനിക്ക് അഹങ്കാരമില്ല എന്ന് പറയുള്ളൂ. മറ്റുള്ളവൻ പറയും, അതെന്താ സാധനം എന്ന് പറയും. മനസ്സിലായ വ്യത്യാസം? അപ്പൊ ഇവിടെ വീണ്ടും ചോദിക്കുന്നു, ഈഗോ ഇല്ലാത്ത എത്ര പേര് ഇവിടെ ഉണ്ട്? ഒന്ന് പേരെഴുതിയേ. ഞാൻ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും മുമ്പ് ഞാൻ ചാറ്റ് ബോക്സിൽ എൻ്റെ പേര് എഴുതിയിട്ട് എനിക്ക് ഈഗോ ഉണ്ട്. കാരണം ഈഗോ ഇല്ലെങ്കിൽ ഞാനില്ല. നിങ്ങൾക്ക് ഇപ്പോഴും ധൈര്യമില്ല. ഇതാണ് പരാജയത്തിൻ്റെ ഒന്നാമത്തെ ഘടകം, ഈഗോ ഇല്ല എന്നുള്ള സ്വയം തോന്നൽ. അപ്പോ മനസ്സിലാക്കുക, എന്താണ് കോപം വന്നപ്പോൾ എന്തുകൊണ്ട് കോപം വന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പാറ്റേണെ ബ്രേക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം ബോധം വരുമ്പോൾ ബുദ്ധി വർക്ക് ചെയ്യാൻ തുടങ്ങും. ബോധം വരുമ്പോൾ ബുദ്ധി എവിടെ ആക്ട് ചെയ്യും? ബുദ്ധി പിന്നെ എന്തിനാ ഇപ്പൊ കോപിക്കുന്നെന്തിനാ? ബുദ്ധി ചോദിക്കും. കാരണം കാര്യമില്ല, ബുദ്ധി മാറിയിട്ട് വികാരത്തിന് അടിമയാകുമ്പോഴാണ് കോപം വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ബുദ്ധി ഇവിടെ വേണ്ടല്ലോ, നമുക്ക് പിന്നെ സമയത്താകാം എന്ന് പറഞ്ഞ് ബുദ്ധി അവിടെ നിർത്തും. എളുപ്പ പരിപാടിയാ, സിമ്പിളാണ്, പറ്റുമല്ലോ. അപ്പോൾ ഒരാളുടെ സ്വഭാവം ഒരു ദിവസം കൊണ്ട് രൂപപ്പെട്ടതല്ല എന്നും വർഷങ്ങളായി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ചിന്തകളുടെയും വികാരങ്ങളും ചേർന്നപ്പോഴാണ് അയാളുടെ സ്വഭാവം ഉണ്ടായത്. അതുകൊണ്ട് മാറ്റവും ഒരു ദിവസം കൊണ്ട് വരില്ല. പക്ഷെ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങളുടെ പഴയ വ്യക്തിത്വത്തിൻ്റെ പടിപടിയായി അഴിഞ്ഞു തുടങ്ങുമെന്നറിയുക. അപ്പോൾ ഒന്നാമത്തെ ടെക്നിക്ക് പഠിച്ചു. രണ്ടാമത്തെ ടെക്നിക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമ്മളിൽ മാറ്റമുണ്ടാകുമെന്നാണ്. നമ്മൾ കരുതുന്നതിലും കൂടുതൽ നമ്മുടെ സ്വഭാവത്തെ ഷേപ്പ് ചെയ്യുന്നത്, ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളാണ് എന്നത് സത്യമാണ്. എല്ലായ്പ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെയും അച്ഛൻ്റെയും ഇടയിൽ ജീവിക്കുന്ന ഒരു കുട്ടി 100% പരാതിയോടെ തന്നെയായിരിക്കും ജീവിക്കുക. പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിനെ എപ്പോഴാണ്
അല്ലെങ്കിൽ അത്തരം പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ടോ അവരെ ചുറ്റുവട്ടമുള്ള ആൾക്കാരുടെയൊക്കെ മനസ്സ് സാവധാനത്തിൽ, സാവധാനം എന്ന് പറഞ്ഞാൽ സാവധാനമൊന്നുമല്ല, വളരെ വേഗത്തിൽ തന്നെ സംഭവിക്കും, മനസ്സ് നെഗറ്റീവായി തീരുന്നു എന്നുള്ളതാണ് പഠനങ്ങളിലൂടെ തെളിയിക്കുന്നത്. എല്ലായ്പ്പോഴും ഭയമുള്ള, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഭയത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ നെർവസ് സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ് മൂഡിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇത് ന്യൂറോ സയൻസാണ്. അപ്പം നിങ്ങൾ ദിവസവും എന്താണ് കേൾക്കുന്നത്, ആരോടത്താണ് സമയം ചെലവഴിക്കുന്നത്, എന്താണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചേർത്ത് വയ്ക്കുന്നത്, അതാണ് പതിയെ പതിയെ നിങ്ങളുടെ വ്യക്തിത്വമായി മാറുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമുക്കത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ സാഹചര്യങ്ങൾ ഇപ്പോഴും അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചേഞ്ച് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മെൻ്റൽ ഫുഡ് ഉണ്ടല്ലോ, അകത്തേക്ക് കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അതിനെ മാറ്റണം. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഇവിടെ നടക്കത്തില്ല. സാഹചര്യങ്ങൾ, മറ്റുള്ളവർ കംപ്ലയിൻസ് കേൾക്കുന്നു, അവർ കൂടെ കഴിക്കുന്നു, അവരുടെ ഇത് സാഹചര്യം പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ ഒരു 30 മിനിറ്റ് നേരം സ്വസ്ഥമായിരിക്കുക, സൈലൻസ്, പോസിറ്റീവ് തോട്ട്സ് മാത്രം കേൾക്കുക, പ്രകൃതിയെ ഒന്ന് നോക്കുക, അന്വേഷിക്കുക, ഒബ്സർവ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണല്ലേ? എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് വെറുതെ ഇരിക്കാൻ വലിയ കാര്യമാണോ? അല്ല. സാറിൻ്റെ വീഡിയോകൾ, പോസിറ്റീവായിട്ടുള്ള വീഡിയോകൾ കേൾക്കുന്നത് അത്ര വലിയ ഭാരമുള്ള പരിപാടിയാണോ? അല്ല. കിച്ചണിലെ പണിയെടുക്കുമ്പോൾ കാണാം, കേൾക്കാം, ഒക്കെ ചെയ്യാം. പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങി അവിടെയുള്ള പുല്ലും കാടും മേടും ഒന്ന് ഒബ്സർവ് ചെയ്ത് കാണുക, അത്ര വലിയ പണിയുള്ള കാര്യമാണോ? വാഴത്തോട്ടത്തിലേക്ക് നടക്കുക, അല്ലെങ്കിൽ പുൽമേടിലൂടെ നടക്കുക, തെങ്ങിൻ തോപ്പിലൂടെ ഒന്ന് ഉലാത്തുക, ഇതൊക്കെ വലിയ വിഷമുള്ള കാര്യമാണോ? അല്ല. സിമ്പിൾ. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി നന്ദി നന്ദി. നിങ്ങൾക്ക് ആരോടും നന്ദി പറയാനില്ലെങ്കിൽ എളുപ്പം പറഞ്ഞുതരാം. ആരോടും നിങ്ങൾ നന്ദി പറയാം, വീട്ടിൽ ആരോടും നന്ദി പറയാൻ തോന്നുന്നില്ല, എല്ലാവരും വിഷയമാണ്. തെങ്ങിനോട് നന്ദി പറയാം, മാവിനോട് നന്ദി പറയാം, പ്ലാവിനോട് നന്ദി പറയാം, വാഴയോട് നന്ദി പറയാം, അല്ലെ? തിരിച്ചൊന്നും പറയത്തില്ല, സ്വീകരിച്ചോളൂ. ഒരു വാഴയുടെ ഇല എടുക്കുക, ഞാനൊക്കെ ചെയ്തിട്ടില്ല. വലിയ വാഴ നല്ല രസമായിരിക്കില്ല വാഴ നിൽക്കുക. ഐ, എന്ത് മനോഹരിയാണ് നീ, സുന്ദരി, നന്ദി കേട്ടോ, താങ്ക് യു എന്ന് പറയും. മാങ്ങയോട് പറയാം, മാവിനോട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് പ്ലാവിനെ കെട്ടിപ്പിടിച്ച് പറയാം, പ്ലാവെ എന്ത് മനോഹരിയാണ് നീ. ഒരു വിഷയമില്ല, അവരെല്ലാം പറയും. പശുവും ഇപ്പോൾ പശുവും കിടാക്കളും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതില്ലേ, അല്ലെങ്കിൽ അതിന് ഏറ്റവും നല്ലത്. ഇവരോട് പറഞ്ഞാൽ തിരിച്ചൊന്നും പറയില്ലല്ലോ. മറ്റുള്ളവർ എന്തിനിപ്പോൾ എന്നോട് നന്ദി പറഞ്ഞേ എന്ന് ചോദിക്കും, അതിന് വേണ്ടി നിൽക്കണ്ട. അവർ കൊടുത്തതിൽ 100 ഇരട്ടി തിരിച്ചു തരും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂട്ടോ. നിങ്ങൾ വീട്ടിൽ ഒരു ടെസ്റ്റ് ചെയ്തോളൂ നാളെ മുതൽ. വാഴയുണ്ട് നിങ്ങളെല്ലാം വീട്ടിലല്ലേ? ആ വാഴയുടെ കൊലക്കാറായ വാഴയുടെ കുറച്ച് മുമ്പേ പോയിട്ട് അതിനകത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് വാഴത്തോട്ടത്തിൽ ഇങ്ങനെ നടന്ന് ഒന്ന് ഉലാത്തിട്ടവരെ സുഖാട്ടോ, നല്ല ആട്ടോ എന്ന് പറഞ്ഞു നോക്ക്. ഒന്നും പോയിട്ട് 2 വാക്ക് പോസിറ്റീവായിട്ട് ആ വാഴയോട് പറഞ്ഞു നോക്ക്. ഞാൻ എഴുതി തരുന്നു, ഇപ്പോൾ നിലവിൽ ആ വാഴക്ക് സാധാരണ നിങ്ങൾക്ക് ഒരു വാഴക്കുല 5 കിലോ 6 കിലോ ഉള്ളതാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും പോയിട്ട് അതിനോട് നന്ദി പറഞ്ഞാൽ അടുത്ത കുല ഇരട്ടിയായിരിക്കും, 8ഉം 10ഉം കിലോ ഉണ്ടാവും. ഒരു സംശയമില്ല. പച്ചക്കറി തോട്ടം സംസാരിച്ച് നോക്കൂ. ഒരു പയറിനോട്, തക്കാളി ചെടിയോട്, പയറിനോട്, മുല്ലപ്പൂവിനോട് പോയി പറഞ്ഞു നോക്കൂ. ഡബിൾ നമുക്ക് ഹാപ്പിനെസ് തരും. ഡബിൾ അല്ല, 100 മടങ്ങ് ഹാപ്പിനെസ് തരും. ആ പൂവിലൊക്കെ ഉണ്ടാവുന്ന സൗന്ദര്യം നോക്കുക. ചെമ്പരത്തിയിലൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ശംഖുപുഷ്പത്തോടൊക്കെ പറഞ്ഞാൽ പിറ്റേ ദിവസം ഉണ്ടാകുന്ന ശംഖപ്പൂവിന്, മുല്ലപ്പൂവിൻ്റെ ഒക്കെ അത് കാണുമ്പോൾ ഇതുവരെ കാണാത്തൊരു സാധനമായിരിക്കും. അത്രയും പെട്ടെന്ന് മാറ്റം ഉണ്ടാവും. അവർക്കെന്ത് നൽകാൻ പറ്റും എളുപ്പത്തിൽ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇതൊന്നും വലിയ പരിപാടിയൊന്നുമല്ല, ചെറിയ കാര്യമാണെന്ന് തോന്നാം. പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാക്കുന്ന ഷിഫ്റ്റ് ഉണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല, വലിയ മാറ്റം ഉണ്ടാക്കും. ഇപ്പോൾ 2ാമത്തെ ടെക്നിക്കായി 3ാമത്തെ കാര്യം കേൾക്കുക. അത് വളരെ പവർഫുള്ളായ കാണാം, ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതം മാറ്റാൻ വലിയ മിറാക്കിളിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ആ മിറാക്കിൾ സംഭവിച്ചാൽ, ലോട്ടറി അടിച്ചാൽ, അല്ലെങ്കിൽ മറ്റത് സംഭവിച്ചാൽ എൻ്റെ ജീവിതം അങ്ങ് മാറിക്കളയുമെന്ന് ചിന്തിക്കുന്നു. ആവശ്യമില്ല. ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചെറിയ 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 വാക്കുകളുണ്ടല്ലോ,
നമ്മളെ മെൻ്റലായിട്ട് ഹാബിറ്റാക്കി വെച്ച കുറേ നെഗറ്റീവ്സുകളുണ്ടല്ലോ, അതങ്ങ് മാറിയാൽ മാത്രം മതി. കാരണം മനുഷ്യൻ്റെ ഭാവി ഒരു വലിയ ഡിസിഷൻ കൊണ്ട് മാറുന്ന സംഭവമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എന്നോ എന്തൊക്കെയോ ആയിക്കഴിഞ്ഞാണ്. അങ്ങനെയല്ല, ദിവസവും ആവർത്തിക്കുന്ന ചെറിയ സബ് കോൺഷ്യസ് മൈൻഡ് പാറ്റേണുകളിലാണ് നമ്മുടെ ജീവിതം മാറുന്നത് എന്ന് തിരിച്ചറിയുക. അപ്പോൾ മൂന്നാമത്തെ ഏറ്റവും പവർഫുള്ളായ ടെക്നിക്ക് എടുത്തോളൂ, ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ആഴത്തിലുള്ളൊരു കാര്യമാണ്. പലരും ചേഞ്ച് ആവാൻ ശ്രമിക്കുന്നു, പക്ഷേ അവർ അവരുടെ പഴയ വ്യവസ്ഥയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു എന്നതാണ് സത്യം. ഉദാഹരണത്തിന്, ഒരാൾ ആത്മവിശ്വാസം വേണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ ഉള്ളിൽ ഇപ്പോഴും ആ ഷൈ, അല്ലേ, അയ്യോ എനിക്ക് പറ്റുമോ, ഞാൻ പറ്റും എന്നുള്ള ഷൈ ഇപ്പോഴും കിടക്കുന്നു. ആ ഐഡൻറ്റിറ്റി അവിടെ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾക്ക് ചേഞ്ച് വേണ്ടത് സ്വഭാവത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ കൂടിയാണ്, വ്യക്തിത്വത്തിലാണ് എന്നറിയുക. അപ്പോൾ ദിവസവും നിങ്ങൾ മിറർ നോക്കി നിങ്ങളോട് തന്നെ പറയണം, ഞാൻ വളരെ കാമായ ഒരു വ്യക്തിയാണ്, ഞാൻ വളരെ ഇമോഷണലി സ്ട്രോങ് ആയ ഒരു വ്യക്തിയാണ്, ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആദ്യം ഇതൊക്കെ പറയുമ്പോൾ കരച്ചിലൊക്കെ വന്നെന്ന് വരാം, അതൊരു ഫേക്കാണ് എങ്കിൽ തോന്നാം. പക്ഷേ ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ന്യൂറൽ കണക്ഷൻസ് പുതിയതായി അവിടെ ഉണ്ടാവുകയും മനസ്സ് പതിയെ 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 പുതിയ ആ വ്യക്തിത്വത്തെ സ്വീകരിക്കാൻ തുടങ്ങും എന്നുള്ളത് വളരെ ലളിതമാണ്. 3 മെത്തേഡും വളരെ ലളിതമാണ്. ഇതാണ് റിയൽ ട്രാൻസ്ഫോർമേഷൻ. ഞാൻ പറഞ്ഞു വന്നത് കുറേ മോട്ടിവേഷനൊന്നുമല്ല, റിയൽ സൈക്കോളജിയാണ് നിങ്ങളോട് പറഞ്ഞത്. ഇത് കൃത്യമായി നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ട്യൂൺ യുവർ മൈൻഡ് സെറ്റ്, മാസ്റ്റർ യുവർ മൈൻഡ് സെറ്റ്, കീ ടു ഹാപ്പിനെസ്, ജേണി ടു ഹാപ്പിനെസ് വരെയുള്ള ക്ലാസ്സുകളിൽ എല്ലാം ഇത്തരം പ്രാക്ടീസുകളെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഷേപ്പിനെ, നമ്മുടെ ഐഡൻറ്റിറ്റിയെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഇവിടെയാണ് മനുഷ്യ മനസ്സിൻ്റെ സയൻസ് വർക്ക് ചെയ്യുന്നത്. ആ സയൻസിലൂടെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പം ശരിയായ ഗൈഡൻസിലൂടെ, ശരിയായ നിർദ്ദേശങ്ങളിലൂടെ നിങ്ങളുടെ പഴയ ഇമോഷൻസിനെ മുഴുവൻ നമ്മൾ മാറ്റും. അപ്പോൾ നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി. ഇപ്പോൾ നമ്മുടെ മെമ്പർഷിപ്പ് സെഷനിലും കൂടി തുടങ്ങിയിട്ടുണ്ട്. ആ മെമ്പർഷിപ്പ് സെഷനിൽ നമുക്ക് ഇതേ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതേ പ്ലാനുകളിലൂടെ കടന്നു പോകുന്നു. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ റീപ്രോഗ്രാമിംഗ് നടത്തുന്നു, ഇമോഷൻസ്ലി ഹീലിങ്സ് ചെയ്തെടുക്കുന്നു, പേഴ്സണാലിറ്റി ട്രാൻസ്ഫോർമേഷൻ പോലുള്ള ഡീപ്പ് പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യുന്നു. ശരിക്കും ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി തയ്യാറാവുക, നമ്മളോടൊപ്പമുള്ള യാത്രയിൽക്കുക. ഇവിടെ 100 കണക്കിന്, 1000 കണക്കിന്, 10,000 ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത്രയും ആൾക്കാർ വന്ന് എല്ലാവരും പറയുന്ന സത്യമാണ്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും മാറാനുണ്ട്. അപ്പോൾ അവരോടാണ് പറയുന്നത്, മാറാനുള്ള നിങ്ങളൊക്കെ കയറി വരിക, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എവിടെ? വ്യക്തിത്വത്തിൽ തന്നെ മാറ്റമുണ്ടാക്കാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ വിധിയാണെന്ന് ആരും കരുതരുത്, ഒരിക്കലുമല്ല. അത് ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിനെ നിങ്ങൾക്ക് തന്നെ മാറ്റാൻ കഴിയും. ഇന്ന് നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ജീവിതം തുടരേണ്ടതില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഇന്നും നിങ്ങൾ തന്നെ മനസ്സിലാക്കാത്ത നിങ്ങളെന്ന ആ നല്ല വ്യക്തി ജീവിച്ചിരിപ്പുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ പറ്റുന്ന എല്ലാം കഴിവുള്ള ഒരു വ്യക്തി നിങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരാനുള്ള സമയം നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. മാറ്റം എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമേ അല്ല. പക്ഷേ മാറ്റം തുടങ്ങുന്നത് ഒരു വലിയ തീരുമാനം കൊണ്ടും ആണ് എന്നുള്ളതാണ്. എന്താണ് ആ തീരുമാനം? ആ ബോധത്തിലേക്ക്, ആ ശ്രദ്ധയിലേക്ക് കടക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള തീരുമാനം.
ഈ തീരുമാനം നിങ്ങൾ എടുക്കുന്ന നിമിഷം നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നു. നമ്മൾ മാറിയാൽ നമ്മുടെ ജീവിതവും മാറും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ യാത്രയിൽ വരാൻ തയ്യാറായവർ എത്ര പേരുണ്ട് ഇവിടെ നോക്കിയേ. ഇതുവരെ ജോയിൻ ചെയ്യാത്തവരെ ഇപ്പോൾ ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏത് ക്ലാസ്സിൽ വേണം ജോയിൻ ചെയ്യാം. നമ്മളടുത്ത് 2626 രൂപ മുതൽ അങ്ങോട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ചാൻസ് ഇത്രയാണ്, തീരുമാനം നിങ്ങളുടെയാണ്. ഇല്ല, ഞാനതൊന്നും ചിലവാക്കാൻ തയ്യാറില്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നോളൂ, മാറ്റത്തിന് നിങ്ങൾക്ക് സാധിക്കില്ല. ആണെങ്കിൽ ഗൂഗിൾ പേ നമ്പർ വിളിക്കുക അഡ്മിനെ, ഇപ്പം തന്നെ ജോയിൻ ചെയ്തുക. തീരുമാനിക്കുന്ന നിമിഷമാണ് നിങ്ങളുടെ മാറ്റം. അല്ല, നാളെ ആവാമെങ്കിൽ നാളെ തന്നെ, നാളെ നീളെ പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ അത്രയേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. തീരുമാനം ഓരോരുത്തൻ്റെയാണ്. നിങ്ങൾക്ക് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, എൻ്റെ ജീവിതം അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓക്കെ, ദാറ്റ്സ് എഗ്രി, നോബഡി ഹാവ് എ കംപ്ലൈൻറ്റ്. അല്ല, മാറണം, തീരുമാനിക്കുക, ട്രൈ തുടങ്ങുകയാണ്. ഓക്കെ, വന്നോളൂ. ഇവിടെ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി നിങ്ങൾ മാറിയിരിക്കും എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു.